Hello friends, ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബീസ് ടേസ്റ്റ് കാർഡ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല മലബാർ പുളിയിഞ്ചിയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ ചെറിയ ഉള്ളി, ഫൈനലി ചോപ്ഡ്, നന്നായിട്ട് നുറുക്കിയതാണ്. അതേപോലെ തന്നെ 1/2 കപ്പ് ജിഞ്ചർ, ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത്, ഒരു 5 പച്ചമുളക് ചെറുതാക്കി നുറുക്കിയതുണ്ട്. പിന്നെ ഇതാ ഒരു 1/4 കപ്പ്, 1/4 കപ്പ് ശർക്കര, നന്നായിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച ശർക്കര. പിന്നെ നമുക്ക് അതിനാവശ്യത്തിന് മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും വേണം. കാര്യം ശർക്കരയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം എരിവ് വേണം. പിന്നെ 1 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഇതാ ഇവിടെ ഒരു ലെമണിൻ്റെ വലുപ്പത്തിൽ ടാമറിൻ്റെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സോക്ക് ചെയ്തിട്ട് ടാമറിൻ്റെ പേസ്റ്റ് എടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി വേണം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ എടുത്ത് കടുക് നമുക്ക് ആവശ്യമാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കോക്കനട്ട് ഓയിൽ, അതിന് വേണ്ട വെള്ളം. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് പുളിയിഞ്ചിക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ആദ്യം ഒന്ന് ഇടുവാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചി ചെറുതായിട്ടൊന്ന് വഴഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ 1 കപ്പ് ചെറുതാക്കി നുറുക്കിയ കൊച്ചുള്ളി നമ്മൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരും നിങ്ങളുടെയൊക്കെ ടേസ്റ്റ്, ചിലർ ഉപ്പ് കുറച്ച് ഉപയോഗിക്കുന്നവരായിരിക്കും, ചിലർ നന്നായി ഉപ്പ് ഉപയോഗിക്കുന്നവരുണ്ടാവും. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നന്നായിട്ട് ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ച മണം പോകുന്നവരെ നന്നായി ഒന്ന് വഴലണം. നമ്മുടെ കൊച്ചുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നന്നായി ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇത്രയും നല്ലൊരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ, ആ പച്ചപ്പ് തീരെ മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റണം. പിന്നെ നമ്മൾ അതിന് വേണ്ട മസാലയാണ് ചേർക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മളിതവിടെ മുളക് പൊടി എടുത്ത് വെച്ചാൽ ഞങ്ങളിവിടെ ഇച്ചിരി എരി കൂട്ടുന്നവരാണ് കേട്ടോ. അതുകൊണ്ടൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാര്യം നമ്മൾ ഇത്രയും മുളക് പൊടി ഇടുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇതിനകത്ത് ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ആ മധുരവും എരിവും കൂടെ ഒക്കെ ഒന്ന് റെഡി ആവണമെങ്കിൽ, ഇല്ലെങ്കിൽ ഒത്തിരി മധുരം കൂടുതൽ മധുരമായി പോകും. അപ്പം ഇച്ചിരി എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇടുന്നുണ്ട്. ഇത്ര ഇട്ടിട്ടാണ് നമ്മൾ നന്നായി വഴറ്റുന്നത്. ഈ മുളക് പൊടിയുടെ ഈ മഞ്ഞൾ പൊടിയുടെ പച്ചപ്പ് മണം മാറും. അപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും വേണം. അത്രയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്നും കൂടി വഴലാൻ വയ്ക്കുകയാണ്. തീ കുറച്ച് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. അതൊന്നും കൂടെ നന്നായിട്ടൊന്ന് വഴലട്ടെ. നമ്മുടെ ഇട്ടതായ മുളക് പൊടി, മഞ്ഞൾ പൊടി, ആ ഉലുവപ്പൊടി എല്ലാം നന്നായി വഴണ്ടിട്ടുണ്ട്. അതിൻ്റെ പച്ചപ്പ് മണം എല്ലാം പോയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിരുന്നു. അത് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞ് ആ ടാമറിൻ പേസ്റ്റ് ചേർക്കുകയാണ്. ടാമറിൻ പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ചില ടാമറിന് ഇത്രയും ബ്രൗൺ കളർ ഉണ്ടാവില്ല കേട്ടോ. ഇതിനൊരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു കറുത്ത കളർ പോലത്തെ ഒരു ടാമറിൻ്റെ ആണിത്. നാടൻ ടാമറിൻ്റെ തന്നെയാണ്. അത് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ അതിനകത്തേക്ക് നേരത്തെ എടുത്ത് വെച്ച് നമ്മുടെ ഈ 1/4 കപ്പ് ശർക്കര പൊടിച്ച് വെച്ചതും കൂടെ ചേർക്കണം.
ഇത് നല്ലപോലെ ഒന്ന് വരളുന്ന പോലെ നല്ലതുപോലെ ഒന്ന് വരട്ടി തന്നെ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് വേണ്ടതായ അത്രയും കൺസിസ്റ്റൻസിയിൽ വെള്ളം ഒഴിച്ചിട്ട് ചെയ്യാവുള്ളൂ. കാര്യം ഇത് ഇത്രയും വഴറ്റുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പുളിയിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച പുറത്ത് വെച്ചാലും കേടാവില്ല. എൻ്റെ കുട്ടികളൊക്കെ അവർ എഞ്ചിനീയറിങ്ങിനും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ഞാനിത് ഉണ്ടാക്കി കൊടുത്തു വിടായിരുന്നു കുട്ടികൾക്ക് കുപ്പിയിൽ. അപ്പോൾ ഒരാഴ്ചയൊക്കെ അവർക്ക് സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഇത് പുറത്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ശരിക്കും 2 ആഴ്ചയോ 3 ആഴ്ചയോ ഇരിക്കും. പക്ഷെ അത്രയൊന്നും ഇരിക്കില്ല കേട്ടോ, അത് വേഗം തീരുവേ. എല്ലാവർക്കും അത്രയേ ഇഷ്ടമാവുന്നുണ്ട്, ഇത് വേഗം തീർന്നു പോകും. അപ്പോൾ കഴുകുന്ന ഒട്ടും പച്ചപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് വഴറ്റുന്നത്. ഇനി ഞാൻ അതിന് വേണ്ടതായ വെള്ളം ഒഴിക്കുകയാണ്. ചെറുതായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത്രയുള്ള കൺസിസ്റ്റൻസി മതി. ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇത് കുറുകും. കാര്യം വെച്ചാൽ നമ്മൾ ഉലുവപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് ഒന്നും കൂടെ കുറുകും. നമ്മുടെ സൂപ്പർ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇത് സർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. നല്ല അടിപൊളി നമ്മുടെ മലബാർ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നുണ്ടാക്കിയ നമ്മുടെ മലബാർ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് വളരെ ഈസിയാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റ്സ് തന്നെ അറിയിക്കുക. താങ്ക് യു.